നമസ്കാരം. ഓം നമ ശിവായ. ശത്രുക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം 2025 ഒക്ടോബർ 18 കർക്കിടകം രാശിയിലേക്ക് മാറുകയാണ്. കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് പൊതുവെ ധാരാളം നല്ല അനുഭവങ്ങൾ നൽകാൻ കഴിയുമെന്നാണ് പറയുന്നത്. സർവേശ്വരനായ വ്യാഴം ഉച്ചസ്ഥിതിയിലേക്ക് എത്തിച്ചേരുകയാണ്. 45 ദിവസമാണ് വ്യാഴം കർക്കിടകം രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത്. അതായത് 2025 ഡിസംബർ 5 വരെയാണ് സ്ഥിതി ചെയ്യുന്നത്. മിഥുനം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴം കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പുണർദം 4ാം പാദത്തിലേക്ക് ഇത് എത്തിച്ചേരുന്നു. കർക്കിടകത്തിൽ വ്യാഴത്തിന് ഉച്ചസ്ഥിതിയാണ് ഉള്ളത്. ഉച്ചസ്ഥനായി നിൽക്കുന്ന വ്യാഴം നല്ലത് മാത്രമാണ് നൽകുന്നത്. അതായത് എല്ലാ രാശിക്കാർക്കും എന്ന് ഞാൻ പറയുന്നില്ല, പല രാശിക്കാർക്കും വളരെ നല്ല ഫലമാണ് ഈ വ്യാഴം നൽകുന്നത്. മോശഫലങ്ങൾ വളരെ കുറയുന്നതാണ്. വ്യാഴം നമ്മുടെ സ്വന്തം രാശിയുടെ 2, 5, 7, 9, 11 എന്നീ രാശികളിലായിട്ട് സ്ഥിതി ചെയ്യുകയാണെങ്കിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിന് കാരണമാകുന്നു. എന്നാൽ വ്യാഴം 4, 10 എന്നീ ഭാവങ്ങളിലാണ് സഞ്ചരിച്ച് പോകുന്നതെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ലഭിക്കുക. എന്നാൽ സ്വന്തം രാശിയുടെ 3, 6, 8, 12 എന്നീ രാശികളിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് എങ്കിൽ ദൈവാധീനക്കുറവ് അനുഭവപ്പെടുന്നതാണ്. ശനി ഇപ്പോൾ അനുകൂലമല്ലാതെ നിൽക്കുന്നവർക്ക് പോലും ഈ വ്യാഴത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുമ്പോൾ ദോഷങ്ങൾ കുറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ വ്യാഴത്തിൻ്റെ മാറ്റം ഉണ്ടാകുമ്പോൾ ഈ രാശിക്കാർക്ക് എന്തൊക്കെ മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് ഓരോരോ രാശിയായി എടുത്തെടുത്ത് പറയാം. ആദ്യം മേടക്കൂറാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് വ്യാഴം ഭാഗ്യാധിപനും 12ാം ഭാവാധിപനുമാണ്. ഈ വ്യാഴമാകട്ടെ ഇപ്പോൾ 3ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ 18 മുതൽ അത് 4ാം ഭാവത്തിലേക്ക് പോകും. 4ാം ഭാവത്തിൽ വ്യാഴം ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെയാണ് ഈ രാശിക്കാർക്ക് കൊടുക്കുന്നത്. എന്നിരുന്നാലും 3ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനേക്കാളും ഗുണപ്രദമായിരിക്കും ഇവർക്ക് മാറുമ്പോൾ. വ്യാഴത്തിൻ്റെ 5, 7, 9 ഭാവങ്ങളിലേക്കുള്ള ദൃഷ്ടി കൊണ്ട് മേടം രാശിയുടെ അഷ്ടമ ഭാവത്തിലേക്കും 10ാം ഭാവത്തിലേക്കും 12ാം ഭാവത്തിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഭിക്കുന്നതാണ്. രോഗശമനം പ്രതീക്ഷിക്കാം. ഏറെ നാളായി എന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയിലാണെങ്കിൽ അതൊക്കെ മാറി കിട്ടും. ആയുസ് വർദ്ധിക്കപ്പെടുന്നു. ബന്ധുജനങ്ങളുമായി ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയും. സ്ഥാനഭ്രംശങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് നിങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിലേക്ക് മാറുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകത. നിങ്ങളുടെ വാസസ്ഥലം മാറാനിടയാകും. വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളാണെങ്കിൽ വാടക വീട് മാറി മറ്റൊരു വീട്ടിലേക്ക് പോകാം. ചിലപ്പോൾ പുതിയ വീട് വാങ്ങാം. അല്ലെങ്കിൽ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് പൂർത്തീകരിച്ചതിലോട്ട് മാറാനുള്ള അവസ്ഥ. പലവിധ ഭാഗ്യാനുഭവങ്ങളും നിങ്ങൾക്കുണ്ടാകും. ഉന്നത പഠനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന് സാധിക്കും. മാത്രമല്ല വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള അവസ്ഥയാണ്. വിദേശ യാത്രയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് ഇടയാകും ഈ വ്യാഴ മാറ്റം. കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നു. പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന സ്ഥലത്ത് സ്ഥാന കയറ്റം ലഭിക്കുക, അല്ലെങ്കിൽ ശമ്പളം കൂടുതൽ ലഭിക്കുക, അങ്ങനെ സ്ഥാനമാനങ്ങളുമൊക്കെ ഉണ്ടാകും. ഉയർച്ചയുണ്ടാകും കർമ്മരംഗത്ത്. ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം ഒരു വിജയം കാണാനാകും ഈ രാശിക്കാരെ സംബന്ധിച്ച്. അടുത്തത് ഇടവക്കൂറാണ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകീരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് അഷ്ടമാധിപനും 11ാം ഭാവാധിപനുമായ വ്യാഴം 2ാം ഭാവത്തിൽ നിന്ന് 3ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. ഇതുവരെ ഇടവം രാശിക്കാർക്ക് ശത്രുനാശം, ലൗകിക സുഖങ്ങൾ എല്ലാം ലഭിക്കുന്നതിനും ധനലാഭം ഉണ്ടാകുന്നതിനും ഇടയുള്ള കാലഘട്ടമായിരുന്നു. എന്നാൽ 2ാം ഭാവത്തിൽ നിന്നും 3ാം ഭാവത്തിലേക്ക് വ്യാഴം സംക്രമിക്കപ്പെടുമ്പോൾ അത്ര ഗുണകരമല്ല കാര്യങ്ങൾ. എങ്കിലും വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി മൂലം ദൃഷ്ടി വീഴുന്ന ഭാവങ്ങളിൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. ഇടവം രാശിയുടെ 7ാം ഭാവത്തിലേക്കും 9ാം ഭാവത്തിലേക്കും 11ാം ഭാവത്തിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട്.
വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകും. വിവാഹത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ഏറെ നാളായി ദാമ്പത്തിക പ്രശ്നത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ, ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങളായിട്ട് മാറിക്കഴിയുന്ന ആളുകൾ, ഇവർക്കൊക്കെ ഒന്നിച്ചു പോകാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വീണ്ടും അവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ മാറുന്നതാണ്. മാത്രവുമല്ല ലൗകിക സുഖം വർദ്ധിക്കുന്നതാണ് ഈ രാശിയിലുള്ള ആളുകൾക്ക്. ആശയവിനിമയ ശേഷി വർദ്ധിക്കും. ബുദ്ധിപൂർവം ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് കഴിയും. പല നാളുകളായി ഇതുവരെ ലഭിക്കാതിരുന്ന ധനം നിങ്ങളുടെ കൈവശം വന്നു ചേരുന്നതാണ്. എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്ന ധനം, ചിലർക്ക് കടം കൊടുത്ത് കിട്ടാത്ത ധനമായിരിക്കാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാര്യവുമായി ബന്ധപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്ന ധനം, അത് നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരും. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിച്ച് നിൽക്കും. സന്താനങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ച് നിൽക്കും. പഠനത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കാൻ കഴിയും ഈ രാശിക്കാർക്ക്. ആഗ്രഹിച്ച വിഷയത്തിൽ തന്നെ ഇപ്പോൾ ഉപരിപഠനത്തിന് വേണ്ടി പ്രവേശനം ലഭിക്കാനും മറ്റുമൊക്കെ കഴിയും. വിദേശ യാത്രകൾ ഈ രാശിക്കാർക്ക് തരപ്പെടുന്നതാണ്. പേരും പ്രശസ്തിയും നിങ്ങൾക്ക് ഉണ്ടാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതായി കാണുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വിപുലീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ കഴിയും. ഏറെ നാളായി ബിസിനസ്സിൽ എന്തെങ്കിലും പ്രൊജക്റ്റുകൾ, നിങ്ങൾക്ക് ഗുണമാകുന്ന തരത്തിലുള്ള പ്രൊജക്റ്റുകൾ കിട്ടാതെ നിൽക്കുകയായിരുന്നെങ്കിൽ അതൊക്കെ കിട്ടി നിങ്ങളുടെ ബിസിനസ് വിപുലപ്പെടുത്താൻ കഴിയുന്നതാണ്. പേരും പ്രശസ്തിയും വർദ്ധിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും വളരെ നല്ല അവസരങ്ങൾ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്ന ഒരു അവസരം ഉണ്ടാകുന്നു. ഒപ്പം സഹോദരങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഈ രാശിക്കാർക്കും കഴിയും. ഭാഗ്യം ലഭിക്കുന്നത് വഴി പേരും പ്രശസ്തിയും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സുപ്രധാനമായിട്ടുള്ള ചില ആളുകളെ പരിചയപ്പെടാനൊക്കെ ഈ കാലയളവിൽ കഴിയും. അവർ മൂലം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയിലേക്ക് പോകാനുള്ള അവസരങ്ങളുണ്ട്. ജോലി സംബന്ധമായിട്ടൊക്കെ അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ കാണുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായിട്ടുള്ള, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ അത് വിപുലീകരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ്. വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള അവസ്ഥയാണ് ഉള്ളത്. പക്ഷേ ശത്രുക്കളുടെ ഒക്കെ ശല്യം ഉണ്ടാകും. ഇത്രയും നാളും ശത്രുക്കളെയൊക്കെ ഒതുക്കാനുള്ള ഒരു ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ശത്രുക്കളുടെ ശല്യം ഉണ്ടാകും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഈശ്വരവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. നമസ്കാരം. അടുത്തത് മിഥുനക്കൂറാണ്. മകീരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് 7ഉം 10ഉം ഭാവാധിപനായ വ്യാഴം സ്വന്തം രാശിയിൽ നിന്നും 2ാം ഭാവത്തിലേക്കാണ് സംക്രമിക്കുന്നത്. 2ാം ഭാവം എന്നാൽ ധനം, വാക്ക്, കുടുംബം എന്നീ ഭാവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വ്യാഴമാറ്റത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യ അനുഭവങ്ങൾ ലഭിക്കുന്ന രാശിയാണ് മിഥുനം രാശി. ശത്രുശല്യം കുറയും. അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് ധനനേട്ടം ഉണ്ടാകും. മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിലുള്ള വളർച്ചയാണ് ഇവർക്കുണ്ടാകാൻ പോകുന്നത്. കുടുംബത്ത് സുഖവും സന്തോഷവും സമാധാനവും ഇവർക്ക് ഉണ്ടാകും. ശത്രുശല്യം കുറയുന്നതിനും രോഗാരിഷ്ടതകൾ വലച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു. ഏറെ നാളായി എന്തെങ്കിലും രോഗത്തിന് വേണ്ടി ചികിത്സ തേടിയുന്നവർക്ക് ആ രോഗം മാറുന്നതിനിട വരുന്നു. കയ്യിലേക്ക് കുറേ പണം ലഭിക്കുന്നു. ഇതുമൂലം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീരുന്നു. കടമൊക്കെ കൊടുത്തു തീരാൻ കഴിയുന്നു. അങ്ങനെ ഇവർക്ക് വലിയ ഗുണങ്ങളാണ് ഈ വ്യാഴമാറ്റത്തോടു കൂടി ഉണ്ടാകുന്നത്. ആയുസ്സും ആരോഗ്യവും ഇവരുടെ വർദ്ധിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത. കടബാധ്യതകൾ വീട്ടി തീർക്കാൻ ഇവർക്ക് കഴിയും. കടം വാങ്ങിയ തുക തിരികെ നൽകാനാകുന്നതാണ്. കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും.
ഉന്നത പദവി അലങ്കരിക്കുന്നതിനും ഉയർച്ചയുണ്ടാകുന്നതിനുമൊക്കെ ഇടയാകും. ജോലിയിൽ ഇപ്പോൾ സ്ഥലം മാറ്റം, പ്രമോഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ശമ്പളം വർധനവിന് സാധ്യതയുണ്ട്. അങ്ങനെ സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം എന്നിവയുമൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ബന്ധുക്കളുമായി യോജിച്ച് പോകാൻ കഴിയും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുന്നതിനും നല്ല നേട്ടങ്ങൾ കൊയ്യാനുമൊക്കെ നിങ്ങൾക്ക് കഴിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ എത്താൻ വേണ്ടി പോകുന്നത്. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിയും. ലോണുകൾക്കോ ചിട്ടികൾക്കോ ഒക്കെ അനുമതി തേടിക്കൊണ്ടിരുന്ന ആളുകൾക്ക് അതൊക്കെ കിട്ടാൻ ഉള്ള അവസരങ്ങളുണ്ട്. കുറേ നാളായി ചില ലോണിൻ്റെ പിന്നാലെയൊക്കെ ഇപ്പോൾ ബിസിനസ് വിപുലീകരണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ലോണുകൾ തേടി നടക്കുന്ന ആളുകളായിരുന്നു നിങ്ങളെങ്കിൽ, അതൊക്കെ തടസ്സം നേരിട്ടിരുന്നുവെങ്കിൽ അതൊക്കെ മാറി അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അവസരം വന്ന് ചേരുകയാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താൻ കഴിയുന്ന ഒരു സമയമാണ്. നല്ല സ്വഭാവത്തിന് ഉടമകളായി തീരും. ആര് കണ്ടാലും ആര് അടുത്തിടപഴകിയാലും ഇവരുടെ പെരുമാറ്റം വളരെ നല്ലതാണല്ലോ എന്ന് പറയുന്ന രീതിയിലേക്ക് സ്വഭാവത്തിന് മാറ്റമുണ്ടാകുന്നു. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അനുകൂലമായിട്ടുള്ള സമയമാണ് എന്നെടുത്തു പറയുന്നു. ദൂരയാത്രകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വന്നേക്കാം. പല കാരണങ്ങൾ കൊണ്ടും നിങ്ങൾ മാറ്റിവെച്ച ചില യാത്രകൾക്ക് പോകാൻ ഇടയാകാം. പിന്നെ ചില കാരണങ്ങൾ കൊണ്ട് തട്ടിപ്പോയ വിവാഹാലോചനകളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട്. പേരും പ്രശസ്തിയും നിങ്ങൾക്കുണ്ടാവുകയാണ്. ഇപ്പോൾ എന്തെങ്കിലും മോശം പേരുകളോ സമൂഹത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നേരെ എന്തെങ്കിലും കുത്തുവാക്കുകളൊക്കെ ഉയർത്തിയ ആളുകളൊക്കെ നിങ്ങളെ പുകഴ്ത്തുകയും നിങ്ങളെ മതിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ഈ വ്യാഴമാറ്റത്തോടുകൂടി എത്തിച്ചേരുകയാണ്. കണ്ടകശനി കാലഘട്ടമാണ് എങ്കിലും 10ാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുമ്പോൾ ദോഷാനുഭവങ്ങൾ കുറഞ്ഞ് നിങ്ങൾക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും വലിയ മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഈ രാശികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വ്യാഴമാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമനുഭവിക്കുന്ന രാശി നിങ്ങളുടെ രാശിയാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് 6ാം ഭാവാധിപനും ഭാഗ്യാധിപനുമായ വ്യാഴമാണ് 12ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒക്ടോബർ 18 ശേഷം വ്യാഴം ജന്മരാശിയിലേക്ക് സംക്രമിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സ്വന്തം രാശിയിൽ വ്യാഴം അത്ര സുഖകരമല്ല എങ്കിലും വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി മൂലം നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ജന്മരാശിയിൽ നിന്നും വ്യാഴം 5, 7, 9 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകുന്നതിനും ചില ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതിനുമൊക്കെ ഇത് കാരണമാകും. കുറച്ച് പൈസ എവിടെന്നെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് വരികയാണ്. നിലവിലെ ബുദ്ധിമുട്ടുകളൊക്കെ തീർക്കാൻ കഴിയും. അങ്ങനെ ചില ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ഈ വ്യാഴമാറ്റം കൊണ്ട് കഴിയും. ലൗകിക സുഖങ്ങൾ ഉണ്ടാകുന്നതിനും വാക്സാമർത്ഥ്യം വർദ്ധിപ്പിക്കുന്നതിനും ഇടയാകും. നിങ്ങൾ വാക്കുകൾ കൊണ്ട് പലയിടത്തും പിടിച്ചു നിൽക്കും. നിങ്ങളുടെ വാക്സാമർത്ഥ്യം നിങ്ങൾക്ക് ഗുണമായി മാറുന്ന ചില അവസരങ്ങൾ ഉണ്ടാകും. ബുദ്ധിപൂർവം ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങൾക്ക്. അത് നിങ്ങളുടെ ജീവിതത്തിന് വളരെ മികച്ച തീരുമാനമായി മാറുകയും ചെയ്യും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ വന്നു ചേരുന്നതിനും അത് തീരുമാനമാകുന്നതിനുമൊക്കെ ഇടയുണ്ട്. ചില യാത്രകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരാം. നിങ്ങളുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്ന തലത്തിലേക്ക് നിങ്ങളുടെ കർമ്മരംഗം മാറും. മാത്രവുമല്ല പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു അവസ്ഥ സംജാതമായി വരും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന ഒരു സമയമാണ് ഇത്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ കൂടി നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റത്തോടുകൂടി ഉണ്ടാകുന്നു എന്നതാണ് മറ്റൊരു അനുഭവം. പലവിധ ഭാഗ്യാനുഭവങ്ങളും നിങ്ങളെ തേടി വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ചകൾ ഉണ്ടാകുന്നതാണ്. ഏറെ നാളായി ഒരു ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്
അതിൻ്റെ മത്സര പരീക്ഷയൊക്കെ എഴുതി കാത്തിരിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നതായി കാണുന്നു. മാത്രവുമല്ല, കടബാധ്യതകൾ വീട്ടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. കടം നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നുവെങ്കിൽ ആ ബാധ്യതകളൊക്കെ തീർത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയും. വിദേശ യാത്രകൾക്ക് സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതാകാം, മറ്റു ചിലപ്പോൾ നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടോ പഠനവുമായി ബന്ധപ്പെട്ടോ ഒക്കെ യാത്രകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ശത്രുശല്യം കുറയ്ക്കുന്നതിനും രോഗാരിഷ്ടതകൾ വലച്ചുകൊണ്ടിരിക്കുന്നവർക്കൊരു ശമനം ഉണ്ടാകുന്നതിനുമൊക്കെ ഈ വ്യാഴമാറ്റം ഈ രാശിക്കാരെ സഹായിക്കുന്നുണ്ട്. വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതിനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നതിനുമുള്ള അവസരങ്ങളും നിങ്ങൾക്കുണ്ട്. കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകും. മാത്രമല്ല, നിങ്ങൾക്ക് കുടുംബത്തിൽ ഒരു ആജ്ഞാശക്തി ഉണ്ടാകും. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിങ്ങൾക്ക് സുപ്രധാനമായിട്ടുള്ളൊരു പങ്ക് വഹിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ സംജാതമാകും. വളരെ നല്ല ഒരു അവസ്ഥയാണ്, ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള അവസ്ഥയാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് ഉള്ളത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, ഇതൊക്കെ തീർക്കാൻ കഴിയും. പിന്നെ ജോലിയുമായി ബന്ധപ്പെട്ട തടസ്സം നേരിട്ടിരുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ മാറുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈശ്വരവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. ഗുണദോഷ സമ്മിശ്രമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച്. എന്തായാലും നല്ലത് സംഭവിക്കട്ടെ. അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് 5ാം ഭാവാധിപനും അഷ്ടമാധിപനുമായ വ്യാഴമാണ് ഇപ്പോൾ 11ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ധാരാളം ഗുണാനുഭവങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇത്. ദൈവാധീനത്തോടെ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. എന്നാൽ വ്യാഴം 2025 ഒക്ടോബർ 18-ന് 11ാം ഭാവത്തിൽ നിന്നും 12ാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുകയാണ്. 12ാം ഭാവത്തിൽ വ്യാഴം അത്ര അനുകൂലമല്ല എങ്കിലും 12-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് ചിങ്ങം രാശിയുടെ 4ാം ഭാവത്തിലേക്കും 6ാം ഭാവത്തിലേക്കും അഷ്ടമഭാവത്തിലേക്കുമുള്ള ദൃഷ്ടി വളരെ അധികം ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് നേടിത്തരുന്നതാണ്. കൂടാതെ കർക്കിടകം രാശിയിൽ നിൽക്കുന്ന വ്യാഴം ഉച്ചസ്ഥിതി കൊണ്ടും വ്യാഴ ദോഷ അനുഭവങ്ങൾ തീരുന്നില്ല. ദുരിതാനുഭവങ്ങൾക്ക് കുറവ് വരുന്നതാണ്. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഭഗവാനെ ഭജിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ക്ഷേത്രങ്ങളിൽ പോവുക, നിങ്ങളുടെ ദുരിതം തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹം കുറവാണ്, അതുകൊണ്ട് ഈശ്വരവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പിതൃസ്വത്ത് സ്വന്തം പേരിലാകുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു അവസരമാണ് ഇത്, ഈ വ്യാഴമാറ്റം കൊണ്ട്. ഇപ്പോൾ കുറേ നാളായിട്ട് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പുതിയ വീട്ടിലേക്ക് പ്രവേശനം മാറാനുള്ള സാധ്യതകൾ തെളിയുന്നു. പല കാരണങ്ങൾ കൊണ്ട് വീട് പണി നിന്നുപോയ ആളുകൾക്ക് അത് പൂർത്തീകരിച്ച് അതിലേക്ക് മാറാൻ കഴിയുന്നു. ചിലപ്പോൾ പുതിയ ഗ്രഹം അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് വാങ്ങാനുള്ള പണം വന്നു ചേരുകയും അതിലുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ഒക്കെ ചെയ്യും. അതുപോലെ തന്നെയാണ് ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അത് വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഗുണപരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് വന്നു ചേരുന്നത്. പെട്ടെന്ന് തന്നെ ഭൂമി കച്ചവടമൊക്കെ നടക്കും. അതിലൂടെ നിങ്ങൾക്ക് നല്ല ലാഭം ലഭിക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വളരെ ഗുണപ്രദമായിരിക്കും ഈ രാശിക്കാരെ സംബന്ധിച്ച്. ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യാൻ കഴിയുന്നത് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിന്നായിരിക്കും. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം സഫലമാകുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ച കുറേ നാളുകളായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു വാഹനം വാങ്ങണമെങ്കിൽ, അത് അനുകൂലമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരും. വാഹനം വാങ്ങാൻ കഴിയും. മാത്രമല്ല, നിങ്ങളുടെ അമ്മയിൽ നിന്നും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. രോഗങ്ങൾ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്. രോഗശമനം പ്രതീക്ഷിക്കാം. കടബാധ്യതകളിൽ നിന്ന് മോചനമുണ്ടാകും. കടം വർദ്ധിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം, അതിന് സാധിക്കും. ബന്ധുക്കളുമായി യോജിച്ചു പോകാനും ബന്ധുക്കളിൽ നിന്നൊക്കെ ചില സഹായങ്ങൾ ലഭിക്കാനുമൊക്കെ ഇടയുണ്ട്. സന്താനങ്ങൾക്ക് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ ആത്മവിശ്വാസവും മനോബലവും ഒക്കെ നന്നായിട്ട് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് വരുന്നത്. നിങ്ങൾ സേവന തൽപരരായിരിക്കുമെന്നതാണ്. പാവപ്പെട്ടവരെ സഹായിക്കാനും സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനും ഒക്കെ നിങ്ങൾക്ക് അവസരങ്ങൾ വരും. അത് നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ദൃഢമാക്കുകയും മാത്രവുമല്ല നിങ്ങളിൽ തന്നെ ഒരു മാറ്റമുണ്ടാക്കുകയും ചെയ്യും.
കഠിന പ്രയത്നം ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാകും. ആ കഠിന പ്രയത്നത്തിലൂടെ നിങ്ങൾക്ക് വിജയം നേടിയെടുക്കാൻ കഴിയും. ഗുണദോഷ സമ്മിശ്രമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചും. മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കാൻ കഴിയും നിങ്ങൾക്ക്. നിങ്ങൾ പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകളിലൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് പ്രകടനം നടത്താൻ കഴിയും. അങ്ങനെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് വീട് വാങ്ങാനും ഭൂമി വാങ്ങാനും വാഹനം വാങ്ങാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകും. ലൗകിക സുഖങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം ഈ വ്യാഴമാറ്റത്തോടു കൂടി നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ അനുകൂലമായിട്ടുള്ള നിറയെ അവസ്ഥകൾ ഈ രാശിക്കാരെ സംബന്ധിച്ചുണ്ട്. പിന്നെ പരമപ്രധാനമായി നമുക്ക് വേണ്ടത് ഈശ്വരാധീനമാണ്. ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുക, മനമുരുകി ഈശ്വരനോട് പ്രാർത്ഥിക്കുക, നമ്മളാൽ കഴിയുന്ന വഴിപാടുകൾ ഈശ്വരന് നൽകുക എന്നതാണ് മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്തത് കന്നിക്കൂറാണ്. ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് 4ഉം 7ഉം ഭാവാധിപനായിട്ടുള്ള വ്യാഴം 10ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 7ൽ ശനി ഉള്ളതുകൊണ്ട് കണ്ടകശനിയും അനുഭവിച്ച് പോരുകയാണ് ഇവർ. എന്നാൽ 2025 ഒക്ടോബർ 18 വ്യാഴമാറ്റം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കാണ് പോകുന്നത്. 10ാം ഭാവത്തിൽ നിന്നും 11ാം ഭാവത്തിലേക്കാണ് വ്യാഴം സംക്രമിക്കപ്പെടുന്നത്. 11ാം ഭാവം എന്നാൽ താൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെയധികം നേട്ടങ്ങളോടുകൂടി തന്നെ അനുഭവിക്കാനുള്ള ഒരു യോഗമാണ് കന്നി രാശിക്കാർക്ക് വന്നു ചേരുന്നത്. കന്നിരാശിയുടെ 3ാം ഭാവത്തിലേക്കും 5ാം ഭാവത്തിലേക്കും 7ാം ഭാവത്തിലേക്കുമുള്ള ദൃഷ്ടി വളരെയധികം ഗുണാനുഭവങ്ങൾ തരുന്നതാണ് ഈ രാശിക്കാർക്ക്. ഏത് ആഗ്രഹങ്ങൾ നിറവേറുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് വരുന്നത്. ഏറെ നാളായി നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും, നിങ്ങൾ ചിലപ്പോൾ അത് നടക്കില്ല എന്ന് പോലും ചിന്തിച്ചു പോയ കാര്യമായിരിക്കാം, അതൊക്കെ നിറവേറുന്ന ഒരു കാലഘട്ടം നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ്. ആശയവിനിമയം വർദ്ധിക്കുക, സുഹൃത്തുക്കളും സഹോദരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ബന്ധം പുലർത്താൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. അവരിൽ നിന്ന് നിങ്ങൾക്ക് സഹായങ്ങൾ ഉണ്ടാകുന്നു, അവരുമായി കൂടുതൽ അടുക്കുന്നു. കർമ്മരംഗത്ത് വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ഏറ്റെടുത്ത ജോലികൾ വളരെ കൃത്യതയോടെ വ്യക്തതയോടെയൊക്കെ ചെയ്തു തീർത്തു കൊടുക്കാൻ കഴിയുന്നു. അതുമൂലം പലരും നിങ്ങളിൽ ഇംപ്രസ്ഡ് ആവുന്നു. അങ്ങനെ പല നേട്ടങ്ങളും കർമ്മരംഗത്ത് നിങ്ങൾക്ക് ഉണ്ടാകും. പുതിയ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ആഗ്രഹം സഫലമാകും. കാരണം നിങ്ങൾ ആഗ്രഹിച്ച വളരെ നല്ല ശമ്പളമുള്ള, വളരെ നല്ല, നിങ്ങൾക്ക് മനസ്സിനിണങ്ങിയ ഒരു ജോലി ലഭിക്കുന്നതാണ്. അപ്രതീക്ഷിതമായിട്ട് ധനലാഭം ഉണ്ടാകുന്നതിനും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതിനും ഒക്കെ ഇട വരും. ലൗകിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനും മറ്റുള്ളവരാൽ നമ്മെ ബഹുമാനിക്കുന്നതിനും ദൈവാധീനം വേണ്ടുവോളം ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. നിങ്ങൾക്ക് ദൈവാധീനമുണ്ട്. എന്തായാലും കർമ്മരംഗത്ത് നല്ല നേട്ടമുണ്ട്. സമൂഹത്തിൽ നല്ല വിലയും നിലയും ഒക്കെ ലഭിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. സന്തോഷ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. അതുവഴി നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയും. വാക്കുകൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കുകയും നിങ്ങളുടെ യശസ്സ് വർദ്ധിക്കുകയും പേരും പ്രശസ്തിയും ഒക്കെ നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു ചേരുകയാണ്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അനുകൂലമായവ തന്നെ വന്നു ചേരുന്നതാണ്. നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതിയിരുന്ന ധനം തിരികെ ലഭിക്കാൻ ഇടയാകുന്നു. ഇപ്പം എവിടെയെങ്കിലും സ്റ്റക്കായി കിടക്കുന്ന ധനമായിക്കോട്ടെ, അല്ലെങ്കിൽ ആർക്കെങ്കിലും കടം കൊടുത്ത ധനമായിക്കോട്ടെ, അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. മറ്റുള്ളവരോട് അനുകമ്പ തോന്നുന്നതിനും ദാനങ്ങൾ ചെയ്യുവാനുമൊക്കെ നിങ്ങൾക്ക് ഇടയുണ്ട്. ഹംസയോഗപ്രദനായി നിൽക്കുന്ന വ്യാഴം വളരെയധികം ഗുണാനുഭവങ്ങൾ കന്നിരാശിക്കാർക്ക് ചൊരിയുന്നതാണ്. അതുകൊണ്ട് തന്നെ കന്നിരാശിക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ജോലിയിൽ, ജീവിതത്തിൽ ഒക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. വിവാഹം, ഏറെ നാളായി വിവാഹം തിരക്കി നടക്കുന്ന ആളുകളാണെങ്കിൽ വിവാഹാലോചനകൾ, നിങ്ങൾക്ക് മനസ്സിൽ ഇണങ്ങിയ വിവാഹാലോചനകൾ വന്നു ചേരും. അതുവഴി നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്ന അവസ്ഥയുണ്ടാകും. മാത്രവുമല്ല സാമ്പത്തികമായി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ മൊത്തത്തിൽ കന്നിരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദൈവാധീനം നന്നായിട്ടുള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ അനുകൂലമായിട്ടുള്ള അവസ്ഥയാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത്. നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ഈ വ്യാഴമാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണാനുഭവം അനുഭവിക്കുന്ന മറ്റൊരു രാശി കൂടിയാണ് നിങ്ങൾ. അടുത്തത് തുലാക്കൂറാണ്.
ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് 3ഉം 6ഉം ഭാവാധിപത്യം വഹിക്കുന്ന വ്യാഴം 9ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. ഭാഗ്യാനുഭവങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്ന വ്യാഴം 9ാം ഭാവത്തിൽ നിന്നും 10ാം ഭാവത്തിലേക്ക്, അതായത് കർമ്മഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുകയാണ്. എന്നാൽ 10ാം ഭാവത്തിൽ വ്യാഴം അത്ര ശുഭകരമല്ല. എന്നാൽ തുലാം രാശിയുടെ 2ാം ഭാവത്തിലേക്കും 4ാം ഭാവത്തിലേക്കും 6ാം ഭാവത്തിലേക്കും വരുന്ന ശുഭദൃഷ്ടി നിങ്ങൾക്ക് ഗുണദായകമാണ്. പിന്നെ വ്യാഴം കർക്കിടകം രാശിയിൽ ഉച്ചസ്ഥിതിയിലുമാണ്. തുലാം രാശിയെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം ഉണ്ടാകും. ലൗകിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിന് ഇടയാകും. തൻ്റെ വാക്കുകൾ മറ്റുള്ളവർ വില കൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കുടുംബത്ത് സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകും. വസ്തു സ്വന്തം പേരിലാക്കുന്നതിനും ഭൂമി വാങ്ങുന്നതിനുമൊക്കെ ഇടയാകും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നിങ്ങൾക്ക് വളരെ ഗുണപ്രദമായിരിക്കും. വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനും ഒക്കെ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് കടന്നു പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയും. മത്സര പരീക്ഷകളിൽ വിജയിക്കാനും ഇടയുണ്ട്. കഠിനാധ്വാനം ചെയ്യാൻ അവസരം ലഭിക്കും നിങ്ങൾക്ക്. ആ കഠിനാധ്വാനത്തിലൂടെ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നേടാൻ കഴിയുകയും ചെയ്യും. ശത്രുശല്യം കുറയുന്നതിനും അസൂയാലുക്കളുടെ എണ്ണം കുറഞ്ഞു വരുന്നതിനുമൊക്കെ ഈ കാലഘട്ടത്തിൽ ഇടയുണ്ട്. മാത്രവുമല്ല, കർമ്മരംഗത്ത് സ്ഥാനഭ്രംശം ഉണ്ടാകും. അത് നേട്ടങ്ങളോടുകൂടി തന്നെ സ്ഥാനഭ്രംശങ്ങൾ ഉണ്ടാകും. അതായത് സ്ഥലം മാറ്റം ഉണ്ടാകാം, പ്രമോഷൻ ആയിരിക്കും, അത് അനുകൂലമായിരിക്കും. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അനുകൂലമായിരിക്കും, അത് ജോലി സംബന്ധമായിട്ടും ഏറെ അനുകൂലമായിരിക്കും. പുതിയ പ്ലാനുകളും പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയും. രോഗശമനം ഉണ്ടാകും. കടബാധ്യതകളൊക്കെ കുറഞ്ഞു വരുന്നതാണ്. കടം വാങ്ങിയ തുകകളൊക്കെ തിരികെ നൽകാനാകുന്ന ഒരു സമയം നിങ്ങൾക്ക് സംജാതമാകും. ആശയവിനിമയ ശേഷി വർദ്ധിക്കും. വാക്കുകൾ കൊണ്ട് അനുഭവങ്ങൾ വർദ്ധിച്ച് നിൽക്കും. സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാൻ ആകും. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്താൻ ആകും. സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്താൻ ആകും. അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയും. കഷ്ടപ്പാടുകളൊക്കെ കുറയുന്ന ഒരവസ്ഥയാണ്. സുഖവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ അനുകൂലമായിട്ടുള്ള കുറേ അവസ്ഥകൾ ഈ രാശിക്കാരെ സംബന്ധിച്ചും ഉണ്ട്. പരമപ്രധാനമായി നമുക്ക് ദൈവ വിശ്വാസം ഈശ്വരാധീനമാണ്. ഈശ്വരനെ പ്രാർത്ഥിക്കുക, മനമുരുകി പ്രാർത്ഥിക്കുക, തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറിക്കിട്ടാൻ വേണ്ടി. എന്തായാലും ജീവിതത്തിൽ വ്യാഴമാറ്റം കൊണ്ട് ഈ രാശിക്കാർക്കും ചില ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ ഗുണാനുഭവങ്ങൾ നല്ലതിനായി മാറട്ടെ. തീർച്ചയായിട്ടും ഈശ്വരവിശ്വാസം കൈവിടാതിരിക്കുക എന്നതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടമുണ്ട്. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പച്ച പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജോലി സംബന്ധമായി പ്രമോഷൻ ലഭിക്കും. അങ്ങനെ ഗുണാനുഭവങ്ങൾ നിങ്ങളെ തേടിയും ഇരിക്കുന്നുണ്ട്. അടുത്തത് വൃശ്ചികമാണ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് 2ഉം 5ഉം ഭാവാധിപനായ വ്യാഴമാണ് അഷ്ടമഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ 2025 ഒക്ടോബർ 18 മുതൽ അഷ്ടമഭാവത്തിൽ നിന്നും 9ാം ഭാവത്തിലേക്ക്, അതായത് ഭാഗ്യഭാവത്തിലേക്ക് വ്യാഴം സംക്രമിക്കപ്പെടുകയാണ്. 9ാം ഭാവത്തിൽ സംക്രമിക്കുന്ന വ്യാഴം തൻ്റെ ദൃഷ്ടി സ്വന്തം രാശിയിലേക്കും 3ാം ഭാവത്തിലേക്കും 5ാം ഭാവത്തിലേക്കും പതിപ്പിക്കുന്നുണ്ട്. ഭാഗ്യാനുകൂല്യങ്ങൾ വേണ്ടുവോളം ലഭിക്കുന്ന കാലമാണ് വൃശ്ചികം രാശിക്കാർക്ക് ഈ കാലം. കുടുംബത്തെ സുഖവും സന്തോഷവും ഉണ്ടാകും. വീട് ലഭിക്കുന്നതിനും കുടുംബത്തെ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതിനുമൊക്കെ ഇടയാകും. ധനനേട്ടങ്ങൾക്ക് ഇടയുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് വരുന്നത്. ഗുണാനുഭവങ്ങൾ കൂടുതലായി വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക്. ആജ്ഞാശക്തി വർദ്ധിക്കും. മനസ്സിന് ധൈര്യവും ഊർജ്ജസ്വലതയുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് ആകും. ഇതുവരെ കുട്ടികൾ ഉണ്ടാകാതിരുന്ന
അങ്ങനെ വിഷമിച്ചിരുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യത്തിനുതകുന്ന ഒരു സമയമാണ് വ്യാഴമാറ്റത്തോടു കൂടി ഉണ്ടാകുന്നത്. സന്താനങ്ങളുടെ ഉയർച്ചകൾ കണ്ട് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. സന്താനങ്ങളുടെ വിവാഹം നടക്കുന്നത് വഴിയും ഉന്നത പഠനം സാധ്യമാകുന്നത് വഴിയും സന്തോഷിക്കാൻ അവസരങ്ങൾ ഒരുങ്ങും. ആശയവിനിമയം വർദ്ധിക്കും. വാക്കുകൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ച് നിൽക്കും. അതായത് മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, വാർജയായൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, എഴുത്തുകാർ, അങ്ങനെയുള്ള കലാകാരന്മാർ, പാടുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കും. നിങ്ങൾക്ക് സാമ്പത്തികമായൊക്കെ വലിയ നേട്ടം കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകും. സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനും അവരിൽ നിന്ന് പലവിധ സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനുമൊക്കെ ഇടയുണ്ട്. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. ശാരീരിക അസ്വസ്ഥതകളൊക്കെ കുറഞ്ഞ് വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയുന്ന ഒരു കാലം കൂടിയാണ്. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥ. അവരാഗ്രഹിച്ച കോഴ്സ് പഠിക്കാൻ കഴിയുന്നു. വിദേശ യാത്ര പോകാൻ കഴിയുന്നു. വിദേശത്ത് പോയി പഠിക്കാൻ കഴിയുന്നു. വിദേശയാത്രയ്ക്കായി ഒരുങ്ങുന്ന ആളുകളുടെ ആഗ്രഹം സഫലമാകുന്നു. പൂർവ്വങ്ങൾ ലഭിക്കുന്നതിന്, ഗുരുക്കന്മാരുടെ അനുഗ്രഹാശിസ്സുകൾ ലഭിക്കുന്നതിനൊക്കെ ഈ വ്യാഴമാറ്റത്തോടുകൂടി നിങ്ങൾക്ക് കാരണമാകുന്നു. ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് കഴിയും. എന്തായാലും വളരെ അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ വ്യാഴത്തോടുകൂടി നിങ്ങൾക്കുണ്ടാകുന്നത്. സാമ്പത്തികമായിട്ടൊക്കെ നേട്ടമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ആകെ മൊത്തം നല്ലൊരു മാറ്റം ഉണ്ടാകും. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും എന്നതാണ്. ജോലി സംബന്ധമായി ആയിക്കോട്ടെ, ബിസിനസ് സംബന്ധമായി ആയിക്കോട്ടെ, കുടുംബത്തിൽ സന്തോഷവും ഐക്യവും ഒക്കെ ഉണ്ടാകും. എന്തെങ്കിലും വിഷയത്തിലൊക്കെ കുടുംബാംഗങ്ങൾ തമ്മിൽ ഒന്നു ചേരും. സഹോദരങ്ങളുമായിട്ട് കൂടുതൽ അടുക്കും. കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷം ഉണ്ടാകുന്നതിന് ഇട. അങ്ങനെ എല്ലാവിധത്തിലും നിങ്ങൾക്ക് വ്യാഴമാറ്റം കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. വിദേശ യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ചില അവസ്ഥകൾ ഉണ്ടാവുകയാണ്. അങ്ങനെ മാറ്റങ്ങൾ സംജാതമാകുന്ന ഒരു സമയമാണ് വൃശ്ചികം രാശിയെ സംബന്ധിച്ച് ഉള്ളത്. ബുദ്ധിപൂർവം നിങ്ങൾ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുക. ഈശ്വരവിശ്വാസം മുറുകെ പിടിക്കുക. ഈശ്വരാധീനമാണ് ഏറ്റവും പ്രധാനം. അതും മറക്കരുത്. അടുത്തത് ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് സ്വന്തം രാശ്യാധിപനും 4-ാം ഭാവാധിപനുമായ വ്യാഴമാണ് 7-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ധനനേട്ടങ്ങൾക്കും വാക്സാമർഥ്യം, ബുദ്ധിസാമർഥ്യം, വിവാഹ കാര്യങ്ങൾക്കുമൊക്കെ അനുകൂലമായിട്ടുള്ള സമയകാലത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ 2025 ഒക്ടോബർ 18 വ്യാഴം 7-ാം ഭാവത്തിൽ നിന്നും 8ാം ഭാവത്തിലേക്ക് സംക്രമിക്കുമ്പോൾ ഈശ്വരാധീനക്കുറവ് അനുഭവപ്പെടുന്നതാണ്. അത്ര ഗുണപ്രദമല്ല നിങ്ങളെ സംബന്ധിച്ച്. ഈശ്വരാധീനക്കുറവാണ് ഏറ്റവും എടുത്തു പറയാനുള്ളത്. നിങ്ങൾ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, നാമങ്ങൾ ജപിക്കുക, ഈശ്വരനെ മുറുകെ പിടിക്കുക. എന്നാൽ കർക്കിടകം രാശിയിൽ വ്യാഴം ഉച്ചസ്ഥാനായതുകൊണ്ടും ധനുരാശിയുടെ 2-ാം ഭാവത്തിലേക്കും 4-ാം ഭാവത്തിലേക്കും 12-ാം ഭാവത്തിലേക്കും ഈ വ്യാഴത്തിന് ദൃഷ്ടി പതിപ്പിക്കുന്നത് കൊണ്ടും വലിയ ദോഷങ്ങളൊന്നും നിങ്ങൾക്ക് പറയാനില്ല. അപ്രതീക്ഷിതമായിട്ടുള്ള ധന നേട്ടത്തിന് സാധ്യതയുണ്ട്. ആ ധനം നിങ്ങൾക്ക് പ്രയോജനപ്രദമാകും. തൻ്റെ വാക്കുകളെ മറ്റുള്ളവർ വില കൽപ്പിക്കുന്നതാണ്. അതാണ് ഏറ്റവും പ്രധാനം. കുടുംബത്ത് സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാകും. അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനും കൂടുതൽ അടുക്കാനും സാധ്യതയുണ്ട്. അമ്മയിൽ നിന്ന് നിങ്ങൾക്ക് ചില സഹായങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. വീടില്ലാത്തവർക്ക് വീട് ലഭിക്കുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും പിതൃസ്വത്ത് സ്വന്തം പേരിലായി വരുന്നതിനുമൊക്കെ ഇടയിലുള്ള ഒരു സമയമാണ് ഈ വ്യാഴമാറ്റക്കാലം. നല്ല ജ്ഞാനം ലഭിക്കുന്നതിനും നല്ല ഉറക്കം ലഭിക്കുന്നതിനും നല്ല സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതിനുമുള്ള സമയമാണ്. നിങ്ങളിലേക്ക് കൂടുതൽ അറിവ് ലഭിക്കുന്ന കാര്യങ്ങളിൽ ഇടപഴകുകയും അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. സമാധാനം തരും, നല്ല ഉറക്കം തരും, സന്തോഷം തരും. നിങ്ങൾക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അനാവശ്യ ചെലവുകൾക്ക് ഒരു കുറവ് വരുന്നതാണ്. സ്ഥാനഭ്രംശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളിപ്പോൾ കുറച്ച് നാൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാനോ ഒക്കെ ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട്.
ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം ഒരു വിജയം നിങ്ങൾക്ക് കാണാനാകും. ഇതുവരെ കർമ്മരംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം ഒരു പരിഹാരം കണ്ട് അതിനൊക്കെ പരിഹാരം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങളെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു കുറവ് വരികയാണ്. പൂർവ്വ പുണ്യം നിശ്ചിതമായും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടം. വാഹനങ്ങൾക്കുണ്ടായിരുന്ന ക്രമക്കേടുകളെല്ലാം മാറ്റി അനുയോജ്യമായ രീതിയിലേക്ക് വന്നു ചേരുന്നു. വീടിന് അനുഭവപ്പെട്ടിരുന്ന പ്രശ്നം മാറി പരിഹാരം കണ്ട് മുന്നോട്ട് പോകാനും സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ പരിഹാരം കാണാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അവയ്ക്കെല്ലാം ഒരു ആശ്വാസം ലഭിക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടാകും. ദൈവാധീനം നേടിയെടുത്താൽ ഈ ഭാഗ്യാനുഭവങ്ങൾ നിശ്ചയമായും നിങ്ങൾക്ക് നേടാൻ കഴിയും. അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പോവുക, പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിൽ പോവുക, ദൈവത്തെ മനമുരുകി പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക, ദൈവത്തിന് കഴിയുന്ന അർച്ചനകൾ നടത്തുക. അങ്ങനെ ഈശ്വരാധീനത്തോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണാനുഭവങ്ങളുണ്ട്. ഈ ദോഷവശങ്ങൾ നിങ്ങളെ അത്ര ബാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈശ്വരവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഈശ്വരാധീനക്കുറവുണ്ട് ഈ രാശിക്കാരെ സംബന്ധിച്ച്. ക്ഷേത്രങ്ങളിൽ പോവുക, നാമം ജപിക്കുക, വഴിപാടുകൾ നടത്തുക, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പരമപ്രധാനമായി നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഈശ്വരനിൽ അഭയം പ്രാപിക്കുക എന്നതാണ്. അടുത്തത് മകരക്കൂറാണ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് 3-ാം ഭാവാധിപനും 12-ാം ഭാവാധിപനുമായ വ്യാഴമാണ് ഇപ്പോൾ 6-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 6-ാം ഭാവം എന്നാൽ ശത്രു, രോഗം, കടം എന്നീ ദുരിതങ്ങളുടെ ഭാവമാണ്. ഇപ്പോൾ അസൂയാലുക്കളുടെ വർധനവും സന്താനങ്ങൾക്ക് അരിഷ്ടതകളും ഒക്കെ ഉണ്ടാകും. ശത്രുശല്യം വർദ്ധിക്കും, കള്ളന്മാരുടെ ശല്യം അനുഭവപ്പെടും. എല്ലാം ഇടയാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ മകരം രാശിക്കാർ ഇപ്പോൾ കടന്നു പോകുന്നത്. എന്നാൽ 2025 ഒക്ടോബർ 18 വ്യാഴം 6-ാം ഭാവത്തിൽ നിന്നും 7-ാം ഭാവത്തിലേക്ക് സംക്രമിക്കുമ്പോൾ മകരം രാശിയുടെ സുവർണ കാലഘട്ടമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം ഉണ്ടാകുന്നതിനും ധനലാഭം, ഉയർച്ച എന്നിവ ഉണ്ടാകുന്നതിനുമൊക്കെ കാരണമാകും. കർമ്മരംഗത്ത് പ്രകടമായ മാറ്റങ്ങൾ കാണാനാകും. കർമ്മ വിജയം ഉണ്ടാകുന്നതാണ്. നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ബിസിനസ് രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വിപുലപ്പെടുത്തിയെടുക്കുന്നതിനും പാർട്ട്നേഴ്സ് യോജിച്ചു പോകാനുമൊക്കെ അവസരം വരും. അതിലൂടെ നിങ്ങൾക്ക് ബിസിനസ്സിൽ വലിയ ലാഭം ലഭിക്കുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. വിവാഹാലോചനകൾ നടന്നവർക്ക് അനുകൂലമായ വിവാഹാലോചനകൾ വന്നു ചേരുന്നു. അതുവഴി വിവാഹം നടക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നു. ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നു. വിദേശ യാത്ര തരപ്പെടുന്നു. ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം സഫലമാകും. വിദേശ യോഗം ആഗ്രഹിക്കുന്നവർക്ക് നഷ്ടം കരുതിയിരുന്ന ധനം തിരികെ ഇടയുണ്ട്. ശരീരത്തിന്റെ ഉണ്ടാകുന്നതിനുള്ള ഇട കൂടി ഉണ്ട്. ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വാക് സാമർഥ്യം, ബുദ്ധി സാമർഥ്യം എന്നിവ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. വാക്കുകൾക്ക് ശോഭ വർദ്ധിക്കുന്നതാണ്. തന്നെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നതിനും ആദരവ് നൽകുന്നതിനും ബുദ്ധിപൂർവ്വം തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയും. പേരും പ്രശസ്തിയും നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ മകരം രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം വളരെയധികം ഗുണാനുഭവങ്ങൾ ചൊരിയുന്നതാണ്. മകരം രാശിയുടെ കാലഘട്ടം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ശത്രുശല്യം കൊണ്ടും ദുരിതം കൊണ്ടും കടബാധ്യത കൊണ്ടും വേദന കൊണ്ടുമൊക്കെ കഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഈ വ്യാഴമാറ്റത്തോടു കൂടി ഉണ്ടാവുകയാണ്. പ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നു. അത് നിങ്ങളുടെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് പോകുന്നു. ബിസിനസ്സിലായിക്കോട്ടെ, കർമ്മരംഗത്തായിക്കോട്ടെ, കുടുംബത്തായിക്കോട്ടെ, സന്താനങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ, വിദേശ ജോലിയുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, ഇതൊക്കെ അനുകൂലമായിട്ട് ഭവിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവുകയാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച്. ബിസിനസ്സൊക്കെ ചെയ്യുന്ന കുറേ ലോണുകൾക്കൊക്കെ തടസ്സം നേരിട്ട് ബിസിനസ് വിപുലപ്പെടുത്താൻ കഴിയാതെ ആളുകൾക്ക് അതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയം വന്നു ചേരുക എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങളുടെ ജീവിതം തന്നെ മാറും. കുടുംബത്തെ സന്തോഷവും സമാധാനവും, കുട്ടികളുടെ കാര്യമൊക്കെ ആലോചിച്ച് വല്ലാതെ മനസ്സ് വേദനിച്ചു കൊണ്ടിരുന്ന ആളുകൾക്ക് അതൊക്കെ മാറി സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതിനിട വരുന്നു. അങ്ങനെ മൊത്തത്തിൽ വളരെ നല്ല ഒരു സമയമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. അടുത്തത് കുംഭക്കൂറാണ്.
അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയം പൊരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് 5-ാം ഭാവാധിപനും 11-ാം ഭാവാധിപനുമായ വ്യാഴം 5-ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. ധനനേട്ടം ഉണ്ടാകുന്നതിനും പ്രതീക്ഷിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്ന ഒരു സമയത്തിലൂടെയാണ് കുംഭം രാശിക്കാർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ സൗഹാർദ്ദങ്ങൾ വന്നു ചേരും, പൂർവ്വ പുണ്യങ്ങൾ കൊണ്ടിരിക്കുന്ന ഒരു സമയം. എന്നാൽ 2025 ഒക്ടോബർ 18 വ്യാഴം 5-ാം ഭാവത്തിൽ നിന്നും 6-ാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടും. വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി 6-ാം ഭാവത്തിലുണ്ട്. വ്യാഴത്തിന്റെ എന്ന ഭാവങ്ങളാണെങ്കിൽ 2-ാം ഭാവത്തിലേക്കും 10-ാം ഭാവത്തിലേക്കും 12-ാം ഭാവത്തിലേക്കും ദൃഷ്ടി പതിപ്പിക്കുന്നുണ്ട്. വ്യാഴം അനിഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എങ്കിലും 2-ലേക്കും 10-ലേക്കും 12-ലേക്കുമുള്ള ദൃഷ്ടി വളരെയധികം ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് നൽകി തരുന്നതാണ്. 6-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് ഗുണാനുഭവങ്ങൾ ലഭിക്കുമെങ്കിലും വന്നു ചേരുന്ന സുഖങ്ങൾ അനുഭവിക്കാൻ യോഗമില്ലാത്ത ഒരു അവസ്ഥയായിരിക്കാം. ആദികളും വ്യാധികളും വർദ്ധിച്ച് നിൽക്കും. ഉച്ചസ്ഥിതി കൊണ്ട് അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും കർമ്മരംഗത്ത് വിചാരിച്ചിരിക്കാതെ സ്ഥാനഭ്രംശം ഉണ്ടാകുന്നതിന് ഇടയുണ്ട്. ചെലവുകൾക്കെല്ലാം ഒരു ആശ്വാസം ലഭിക്കുന്നതാണ് നിങ്ങൾക്ക്. ഇനി സ്ഥാനഭ്രംശം ഉണ്ടായാലും അത് ഗുണപ്രദമാകുന്ന രീതിയിൽ നല്ല ഫലങ്ങൾ നൽകുന്ന രീതിയിലായിരിക്കും. അതുകൊണ്ട് കൂടുതലായി ഒന്നും വിഷമിക്കാൻ ഉള്ള മനസ്സ് വേണ്ട. വിഷമിക്കേണ്ട കാര്യമില്ല. എല്ലാം നല്ല ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് വരുന്നത്. പരമപ്രധാനമായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഈശ്വരനെ പ്രാർത്ഥിക്കുക, ഈശ്വരാധീനം ഉറപ്പുവരുത്തുക എന്നതാണ്. അപ്പോൾ ഈ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഒരു പരിധിവരെ ഈശ്വരന് നിയന്ത്രിച്ച് നിർത്താൻ കഴിയും. ഇപ്പോൾ നിലവിലുള്ള ജോലിയിൽ ചില അസ്വാരസ്യങ്ങളുള്ള ആളുകളാണെങ്കിൽ ആ ജോലി രാജിവെക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ട്രാൻസ്ഫർ ആവാനുള്ള സാധ്യത, അത് പ്രമോഷനോടുകൂടിയുള്ള ട്രാൻസ്ഫർ ആവാനും സാധ്യതയുണ്ട്. അതുവഴി നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകാം. ചിലപ്പോൾ ജോലി സ്ഥലത്ത്, അതായത് കർമ്മരംഗത്ത് കുറേ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മനസ്സ് ഇടയ്ക്ക് കലുഷിതമായിരിക്കാം. മാനസിക വ്യതകളും ദുരിതങ്ങളും ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരാം. മാനസികമായിട്ട് ചിലപ്പോൾ കുറച്ച് കലാപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എന്തായാലും ഈശ്വരാധീനം കൈവിടാതെ പിടിക്കുക, ഈശ്വരനെ വിളിക്കുക, പരമാവധി അമ്പലങ്ങളിൽ പോവുക, കഴിയുന്ന വഴിപാടുകൾ ചെയ്യുക, പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക, ഭഗവാനെ വിളിക്കുക. ഭഗവാൻ ഒന്നും കൊടുത്തില്ലെങ്കിലും ഭഗവാനെ മനസ്സറിഞ്ഞ് വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ കൈവിടില്ല. അപ്പോൾ ഈ രാശിക്കാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു വ്യാഴക്കാലമാണ് വരുന്നത്. അടുത്തത് മീനക്കൂറാണ്. പൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് സ്വന്തം രാശ്യാധിപനും 10-ാം ഭാവാധിപനുമായ വ്യാഴമാണ് 4-ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ബന്ധങ്ങൾക്ക് ചില അരിഷ്ടതകൾ ഉണ്ടാകാനും തന്നോടൊരു അകൽച്ച ഉണ്ടാകുന്നതിനും സുഖക്കുറവ് അനുഭവപ്പെടുന്നതാണ്. എന്നാൽ 2025 ഒക്ടോബർ 18 വ്യാഴം 4-ാം ഭാവത്തിൽ നിന്നും 5-ാം ഭാവത്തിലേക്ക് സംക്രമിക്കുമ്പോൾ, അതായത് കർക്കിടകം രാശിയിൽ ഉച്ചസ്ഥാനമാകുമ്പോൾ വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച്. വളരെയധികം ഉയർച്ചകളും ഉണ്ടാകും. പലവിധ ലാഭാനുഭവങ്ങളും നിങ്ങൾക്കുണ്ടാകും. ഇഷ്ടസ്ഥാനത്ത് ഉച്ചസ്ഥായി നിൽക്കുന്ന വ്യാഴം അപ്രതീക്ഷിത ധനനേട്ടം ഉണ്ടാക്കും. ഇതുവരെ കുട്ടികൾ ഉണ്ടാകാതെ കാത്തിരുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യങ്ങൾ ഉണ്ടാകും. അതിനുള്ള ഒരു സമയമാണ് വരുന്നത്. സന്താന സുഖമുണ്ടാകും. സന്താനങ്ങളുടെ ഉയർച്ചകൾ കണ്ട് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അവരുടെ വിവാഹ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വഴിയും ഉന്നത പഠനം സാധ്യമാകുന്നത് വഴിയും അങ്ങനെ പലതരത്തിലുള്ള ഉയർച്ചകൾ നിങ്ങളുടെ സന്താനങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. സന്താനങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ, മത്സരങ്ങളിൽ വലിയ നേട്ടങ്ങൾ ലഭിക്കും. അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാകും. ലൗകിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനും വീട് സ്വന്തമാക്കുന്നതിനുമൊക്കെ ഇടയുള്ള ഒരു കാലമാണ് ഈ രാശിക്കാർക്ക് ഈ വ്യാഴക്കാലം. ഭൂമി സ്വന്തം പേരിൽ വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും ഇടയാകും. അങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്ന ഒരു വ്യാഴമാറ്റ സമയക്കാലം. പലവിധ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. കർമ്മരംഗത്ത് പലവിധ ഉയർച്ചകൾ കാണാനാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവ വിപുലപ്പെടുത്തിയെടുക്കുന്നതിനും
അവയിൽ നിന്നും നേട്ടങ്ങൾ ലഭിക്കുന്നതിനുമൊക്കെ ഇടയാകും. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം സാധ്യമാകും. നല്ല ശീലങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും നിയമാനുസൃതമായി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുക. സർവാഭീഷ്ട കാര്യസാധ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിനും നല്ല ആരോഗ്യം ഉണ്ടാകുന്നതിനും ശരീരത്തിന് സുഖവും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നതിനുമൊക്കെ ഈ ഒരു കാലം നിങ്ങൾക്ക് ഗുണമാകും. ദേഹാരിഷ്ടതകൾ മാറിപ്പോകും. പേരും പ്രശസ്തിയും സുഖവും ഒക്കെ ലഭിക്കുന്നതാണ്. ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും കാര്യസാധ്യമുണ്ടാകും. ഉന്നത പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവ സാധ്യമാകുന്നതാണ്. വിദേശ യാത്ര തരപ്പെടും. അങ്ങനെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിരവധി അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ബിസിനസ് വിപുലപ്പെടുത്താനോ അതിൽ നിന്ന് വലിയ ലാഭം നേടിയെടുക്കാനോ ഒക്കെ കഴിയുന്ന ഒരു സമയം കൂടി വന്നു ചേരുകയാണ്. ഈശ്വരാധീനം നേടിയെടുക്കുക മാത്രവുമല്ല, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പഠിക്കാൻ കഴിയുക, ആഗ്രഹിക്കുന്നതിലേക്ക് എത്താൻ കഴിയുക, അങ്ങനെ പല പല നേട്ടങ്ങൾ നിങ്ങളെ സംബന്ധിച്ചും ഉണ്ട്. സ്വന്തമായി വീട് വാങ്ങണമെന്ന് ഏറെ നാളായി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വീട് വാങ്ങിയെടുക്കാൻ കഴിയുക, അതിനുള്ള പണം ശരിയാവുക, ലോണുകൾ ശരിയാവുക, അങ്ങനെ ജീവിതഭാരം ഉയർത്താൻ കഴിയും. സന്താനങ്ങളുടെ ഉയർച്ച, സന്താനങ്ങൾക്ക് ഇപ്പോൾ ജോലി കിട്ടും, നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കുക, സർക്കാർ ജോലി ലഭിക്കുക, അതുവഴി നിങ്ങളുടെ ജീവിത നിലവാരം ഉയരുക. അങ്ങനെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ വ്യാഴമാറ്റത്തോടു കൂടി ഉണ്ടാകുന്നത്. മീനം രാശിയെ സംബന്ധിച്ച് വളരെ നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. ഇതിനൊപ്പം തന്നെ ഈശ്വരാധീനം ഉണ്ടാവുക, ക്ഷേത്രങ്ങളിൽ പോവുക, ഭഗവാനോട് മനമുരുകി പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്രയും രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പലർക്കും വളരെയധികം ഗുണം ചൊരിയുന്നു, ചിലർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇതിലൊക്കെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തെ വിളിക്കുക എന്നതാണ്. അപ്പോൾ നമുക്ക് വരുന്ന ദുരിതങ്ങളെയൊക്കെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ ഭഗവാന് കഴിയും. അതുകൊണ്ട് ഈശ്വരവിശ്വാസം എപ്പോഴും മുറുകെ പിടിക്കുക, പ്രാർത്ഥിക്കുക, ക്ഷേത്രങ്ങളിൽ പോവുക, ഭഗവാന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, ഇതൊരു പുഷ്പമാണെങ്കിൽ ആ പുഷ്പം അവിടെ സമർപ്പിക്കുക, മനമുരുകി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും വേദനകളിൽ നിന്ന് നമ്മളെ ചേർത്ത് പിടിക്കാൻ ദൈവത്തിന് കഴിയും എന്നത് നമ്മൾ തിരിച്ചറിയുക. പരമപ്രധാനമായിട്ട് അത് തന്നെയാണ്. നന്ദി, നമസ്കാരം.